ഇതൊന്നും ചെയ്യരുത്. ഇക്കാര്യം മറ്റുള്ളവരാരെങ്കിലും അറിഞ്ഞ നിന്റെ മറ്റേ കൈയും കാലും ഞാൻ എടുക്കും കേട്ടോ. നിനക്കെന്റെ പെണ്ണിനെ തൊടണമല്ലടാ. നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തണം തന്നെയാ ഞാൻ ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയാ ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് മുഴുവനും. പക്ഷെ അമ്മ ശരിക്കും കണ്ടോ? അത്രയെങ്കിലും കാരുണ്യം ദൈവം കാണിച്ചല്ലോ. ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി തന്നല്ലോ. കൊണ്ടുപോയിരിക്കുന്നവരുടെ രീതികള് കണക്ക് കൂട്ടലുകൾക്കപ്പുറോ. അതാ ആകെ കൺഫ്യൂഷൻ ആവുന്ന. ചിലപ്പോ അമ്മയും ഞാനും തമ്മില് കണ്ടുമുട്ടാനുള്ള സമയം ഈശ്വരൻ ഇനിയും തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കരുതാനല്ലേ പറ്റുമല്ലേ? എന്തായാലും പോലീസിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോം മിനിസ്റ്റർക്ക് മെയിലും കൊടുത്തിട്ടുണ്ട്. അന്വേഷണം ഒന്നുകൂടി ഊർജ്ജസ്വലമായി നടക്കും. കൂട്ടത്തിൽ ഞങ്ങളുടെ അന്വേഷണം. ചേച്ചിയുടെ കണ്ണ് വേദനിക്കുന്നുണ്ട് എപ്പോഴും. അത് സാരമില്ല. കൺമുമ്പിൽ വെച്ച് ഇത്രയും വലിയ നഷ്ടം ഉണ്ടായതാ. എല്ലാരും അന്വേഷിക്കല്ലേ? ചേച്ചി തന്നെ അമ്മയെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി തന്നെ എന്റെ അമ്മയെ കൺമുൻപിൽ കൊണ്ടു നിർത്തും. പണ്ടത്തെ പോലെ വെറുതെ ഒരു സ്ഥലത്തിരുന്ന് കരയാൻ പറ്റില്ല. എപ്പോഴും ജോലിയല്ലേ. ജോലി എടുക്കുമ്പോ കരയാനേ പറ്റൂ. പൂട്ടടി മോളെ, നീ പറയുന്നത് പോലെ നമ്മുടെ സമയമായിട്ടുണ്ടാവില്ല. അതിന്റെ അർത്ഥം ആ സമയം വരില്ല എന്നല്ല. നിന്റെ അമ്മ എന്റെ അടുത്തെത്തും. അത് തടയാൻ ഈ ലോകത്ത് ആരെ കൊണ്ടും പറ്റില്ല. മേടിക്ക്. കൽപ്പന, ശരിക്കും ഉറങ്ങിയതാണോ അതോ എന്നെ പറ്റിക്കുന്നതാണോ? ഏയ് കൽപ്പന, കൽപ്പന, കൽപ്പന. ഏയ് കൽപ്പന, എന്തായി കാണിക്കുന്നേ? ശ്വാസം മുട്ടുന്നു. ഏയ് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. എനിക്ക് ശരിക്കും ശ്വാസം മുട്ടുന്നുണ്ട്. ആരാ നീ? ചോദിച്ചു കണ്ടില്ല. ആരാ നീന്നു? ആരാ? ചോദിക്കാനും പറയാൻ ആണുങ്ങളില്ലെന്ന് കരുതിയോടാ നീ. ഇനി നീ ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്കൊന്ന് കാണണം.
ഇതൊന്നും ചെയ്യരുത്. ഇക്കാര്യം മറ്റുള്ളവരാരെങ്കിലും അറിഞ്ഞാ നിന്റെ മറ്റേ കൈയും കാലും ഞാൻ എടുക്കും കേട്ടോ. നിനക്കെന്റെ പെണ്ണിനെ തൊടണമല്ലടാ. അമ്മേ, 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 അയ്യോ, അയ്യോ, അമ്മേ, അയ്യോ, അമ്മേ, അമ്മേ, അയ്യോ, 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 മോനെ അമ്മേ, അയ്യോ, മോനെ അമ്മ, അയ്യോ, അമ്മേ, മോനെ ഗൗതം അയ്യോ എന്തു പറ്റി തുറല്ലേ, അമ്മേ, എന്തു പറ്റി എന്താടാ എന്താ സംഭവിച്ചത്? എടാ നീ സ്റ്റെപ്പിന്ന് വീണോ? അതെ, എവിടുന്ന്? എന്തുപറ്റി റിജ? ഇവൻ സ്റ്റെപ്പിൽ നിന്ന് തെന്നി വീണതാണത്രേ. അയ്യോ, ഗൗതം എന്തുപറ്റി? നീ ഇവിടെ ലൈറ്റ് ഒന്നും ഇട്ടില്ലായിരുന്നോ? നീ എഴുന്നേറ്റേ, ഈ കൈക്കും കാലം എന്തെങ്കിലും പറ്റിയോ നോക്കട്ടെ. അയ്യോ, ഞാൻ പിടിച്ചപ്പോഴേ അവൻ കിടന്ന് ബഹളം വെക്കുക. ചെറിയമ്മ ഒന്ന് പിടിച്ചേ, ഞാൻ എഴുന്നേപ്പിക്കാം. വാ. വേണ്ട, 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 എനിക്ക് മോനെ പിടിക്കല്ലേ, പിടിക്കല്ലേ, എണീക്ക്. മോനെ, ഗൗതം സത്യം പറ, സ്റ്റെപ്പിന്ന് വീണതാണോ അതോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ? താൻ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഈ വീടിനകത്ത് വെച്ച് ഇവനെ ആരും ഉപദ്രവിക്കാനാ? അയ്യോ, അല്ല സൂര്യ, പുറത്തു നിന്ന് ഈ കണ്ടീഷനിലാണോ വന്നറിയാലോ. ചെറിയ ഇവനോട് കാര്യമൊക്കെ ഒന്ന് വ്യക്തമായിട്ട് ചോദിച്ചേ. ഇങ്ങനെ കിടന്ന് കരയുന്നല്ലതൊന്നും പറയുന്നില്ലല്ലോ. സംഭവം എന്താണെന്ന് പറ നീ. അച്ഛാ, ഞാൻ അവിടുന്ന് കാല് തന്നെ താഴേക്ക് വീണതാ. അയ്യോ, കണ്ട കാലിനെ തൂത്താമയ്യ, കൈ വിട്, വിട്.